ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. ഇന്നലെ നമ്മൾ കമ്പയർ ചെയ്തത് നമ്മുടെ നറൂട്ടോ, ലൂഫി, അതുപോലെ തന്നെ നമ്മുടെ ഇച്ചിഗോ. ഇവരിൽ ആരാണ് സ്ട്രോങ്ങസ്റ്റ് എന്നായിരുന്നു. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ 3 ആനിമയിലെ തന്നെ ബെസ്റ്റ് വില്ലൻ ആരാണെന്നും അതുപോലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വില്ലൻ ആരാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങളിൽ ഇപ്പോൾ പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകാറുണ്ട്. വീഡിയോ കണ്ടിട്ട് ഞാൻ വേണം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് തെളിവായിട്ട് കാണിച്ചു തരാം. ഞാൻ ഇന്നലെയൊക്കെ ഇട്ട വീഡിയോയിൽ വെറും 4-5 പേര് മാത്രമേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിനി വീഡിയോ കാണുമ്പോൾ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ 10K എത്താനും പറ്റും. അതുപോലെ തന്നെ വീഡിയോ ഇടാൻ നല്ല രീതിക്കുള്ള മോട്ടിവേഷൻ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനധികം പറഞ്ഞു വരപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് വൺ പീസിലെ ബെസ്റ്റ് വില്ലൻ ആരാണെന്ന് നോക്കാം. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ വൺ പീസിൽ ഇതുവരെ കാണിച്ചിട്ടുള്ള വില്ലന്മാരിൽ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള വില്ലൻ നമ്മുടെ ഡോൺ ക്വിഹോട്ടെ ഡോഫ്ലമിംഗോ തന്നെയാണ്. അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. കാരണം ഡോഫ്ലമിംഗോൻ്റെ ബാക്ക് സ്റ്റോറിയോ അതുപോലെ തന്നെ ഒരു പ്യൂർ ഈവിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് നമ്മുടെ ഡോഫ്ലമിംഗോനെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഡോഫ്ലമിംഗോൻ്റെ സ്പീച്ച് ആയിക്കോട്ടെ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും നമ്മുടെ ഡോഫ്ലമിംഗോൻ്റെ സ്പീച്ച്. അത് മാത്രമല്ല, ഡോഫ്ലമിംഗോ നമ്മുടെ വില്ലനായി മാറുന്നതിൽ നമ്മുടെ വേൾഡ് എത്രമാത്രം വലിയൊരു പങ്കാണ് വഹിക്കുന്നതെന്നും നമുക്ക് ഇതിൽ കാണാൻ പറ്റും. പല സ്റ്റോറിയിലും നമ്മൾ കാണാറുണ്ട്, നമ്മുടെ ലോകം തന്നെയാണ് ഓരോരുത്തരും നല്ലവരും കെട്ടവരും ആക്കുന്നത്. ഇതിനുള്ള ഉത്തമ ഉദാഹരണമായിരുന്നു നമ്മുടെ ഡോഫ്ലമിംഗോ. ഇനി നമ്മുടെ വൺ പീസിലെ സ്ട്രോങ്ങസ്റ്റ് വില്ലൻ ആരാണെന്ന് ചോദിച്ചാൽ, ഇതുവരെ കാണിച്ചിട്ടുള്ള വില്ലന്മാരിൽ ഞാനിതിൽ 5 എൽഡേഴ്സിനെ അതുപോലെ തന്നെ ഇമൂസാമിനെയൊന്നും ഞാൻ ഏഡ് ചെയ്യുന്നില്ല. കാരണം അവരുടെ മുഴുവൻ പവർ നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വൺ പീസിൽ ഇതുവരെ കാണിച്ചിട്ടുള്ളതിൽ സ്ട്രോങ്ങസ്റ്റ് വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ കൈഡോ ആണ്. ഇനി ചിലരൊക്കെ പറയും ബ്ലാക്ക് ബീഡ് ഇല്ലേ എന്ന്. ബ്ലാക്ക് ബീഡ് എനിക്ക് തോന്നുന്നില്ല ഇപ്പം നമ്മുടെ ബ്ലാക്ക് ബീഡിന് നമ്മുടെ കൈഡോൻ്റെ അത്ര പവർ ഉണ്ടെന്ന്. ഇനി വീഡിയോൻ്റെ അവസാനം സ്ട്രോങ്ങസ്റ്റ് വില്ലന്മാർ തമ്മിൽ ഫൈറ്റ് ചെയ്താൽ ആര് വിജയിക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം. അടുത്തത് നമ്മുടെ നറൂട്ടോയിലെ ബെസ്റ്റ് വില്ലൻ ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ പെയിനാണ്. പെയിന് നമുക്കറിയാം വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് വില്ലനും അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു ബാക്ക് സ്റ്റോറിയും എല്ലാം നമ്മുടെ പെയിനുണ്ട്. അതുപോലെ നമുക്കറിയാം നമ്മുടെ പെയിൻ്റെ ആ ഡയലോഗ് ആർക്കും ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമുക്ക് പലർക്കും ഈ ഡയലോഗ് നമ്മുടെ ലൈഫ് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെയുള്ള ഒരുപാട് ഡയലോഗ്സ് നമുക്ക് നറൂട്ടോയിൽ കാണാൻ പറ്റും. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ്സിലൊന്നാണ് നമ്മുടെ പെയിൻ്റെ ഡയലോഗ്. അതുപോലെ തന്നെ നമ്മുടെ പെയിൻ്റെ ആർക്ക് എന്ന് വെച്ചാൽ ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആർക്കാണ് നമ്മുടെ പെയിൻ്റെ ആർക്ക്. നറൂട്ടോ ആനിമെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് നമ്മുടെ പെയിൻ്റെ ആർക്കാണെന്നാണ്. പിന്നെ നറൂട്ടോയുടെ സ്ട്രോങ്ങസ്റ്റ് വില്ലൻ ആരാണെന്ന് ചോദിച്ചാൽ കാഗുയയെന്ന് വേണേൽ പറയാം. പക്ഷേ എൻ്റെ അഭിപ്രായം നമ്മുടെ മാഡറ ഉച്ചിഹ 10 Tails മാഡറ. ഞാനിങ്ങനെ പറയാൻ കാരണം നമ്മുടെ മാഡറേനെ ആരും തന്നെ ഡിഫീറ്റ് ചെയ്യുന്നില്ല. മാഡറേനെ ഒരാൾ ചതിക്കുന്നതാണ്. ചതിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നില്ല സാസ്കയും നറൂട്ടോയും കൂടി നമ്മുടെ മാഡറേനെ ഡിഫീറ്റ് ചെയ്യുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവർക്ക് 6 pack പവേഴ്സ് കിട്ടിയിട്ട് നമ്മുടെ മാഡറ തന്നെയായിരുന്നു ആ ബാറ്റിൽ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കൊരിക്കലും തന്നെ നമ്മുടെ മാഡറ ഒരിക്കലും ഡിഫീറ്റഡ് ആകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ മാഡറയുടെ കൂടെയാണ് പോകുന്നത്. ഇനി നമ്മുടെ ബ്ലീച്ച്, നമുക്കറിയാം ബ്ലീച്ചിൽ ഏറ്റവും ബെസ്റ്റ് വില്ലൻ മറ്റൊന്നും പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ ഐസിൻ്റെ പ്ലാന് പ്രകാരമാണ് നമ്മുടെ ബ്ലീച്ച് വേഴ്സിലെ എല്ലാം തന്നെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഐസിനെ മാറ്റി നിർത്താനേ പറ്റില്ല. ഇനിയിപ്പോൾ ചിലർ പറയും മറ്റേ ക്യൂൻസിൻ്റെ കിങ്ങില്ല യഹവ, അയാളാണ് ഏറ്റവും പവർഫുൾ എന്ന്. അല്ല, ഏറ്റവും ബെസ്റ്റ് വില്ലൻ എന്ന്. എൻ്റെ അഭിപ്രായത്തിൽ ഐസൻ തന്നെയാണ് ബെസ്റ്റ് വില്ലൻ. ഇനിയിപ്പോൾ യഹവ നമുക്ക് വേണമെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വില്ലൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്കറിയാം യഹോവയുടെ ഈ ഓൾ മൈറ്റി എന്ന് പറയുന്ന പവർ എത്രമാത്രം ബ്രോക്കൺ ആണെന്ന് ഫ്യൂച്ചറിലേക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അടുത്തതായിട്ട് എന്ത് നടക്കും എന്നൊക്കെ നമ്മുടെ യഹോവയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ബാറ്റിൽസും നമ്മുടെ യഹോവ എങ്ങനെയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇച്ചിഗോയും അതുപോലെ തന്നെ ഐസിനും ടീമപ്പായിട്ടാണ് നമ്മുടെ യഹോവയെ ഡിഫീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലീച്ച് വേഴ്സിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് വില്ലൻ യഹോവയും അതുപോലെ ഏറ്റവും ബെസ്റ്റ് വില്ലൻ നമ്മുടെ ഐസിനുമാണ്. ഇനി ഈ വേഴ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ള വില്ലന്മാർ എല്ലാവരും കൂടെ ചേർന്ന് ഫൈറ്റ് ചെയ്താൽ ആരായിരിക്കും വിജയിക്കുക? വൺ പീസിനെ നമുക്കിതിൽ മാറ്റി നിർത്തിയേക്കാം. കാരണം വൺ പീസിലെ 2 പേരും എന്തായാലും 3ാം സ്ഥാനം തന്നെയാണ് വരാൻ പോകുന്നത്. കാരണം എനിക്ക് തോന്നില്ല കൈഡോനും അതുപോലെ തന്നെ നമ്മുടെ ഡോഫ്ലമിംഗോയും ചേർന്ന് നമ്മുടെ പെയിനെയും മാഡറേനെയും ഡിഫീറ്റ് ചെയ്യുമെന്ന്. അതുകൊണ്ട് എന്തായാലും കൈഡോനെയും ഡോഫ്ലമിംഗോനെയും നമുക്ക് അവിടെ മാറ്റി നിർത്തിയേക്കാം. ഞാനിത് അവരെ ഇൻസൾട്ട് ചെയ്യുന്നതല്ല. കാരണം നമ്മുടെ പെയിൻ്റെയും അതുപോലെ തന്നെ മാഡറേൻ്റെയും പവേഴ്സ് എന്ന് പറയുന്നത് വളരെ ബ്രോക്കൺ ആയിട്ടുള്ള പവേഴ്സാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് 2 പേർക്കും നമ്മുടെ മാഡറേൻ്റെയും പെയിൻ്റെയും പിടിച്ച് നിൽക്കാൻ പറ്റില്ല. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മൾ ബ്ലീച്ച് വേഴ്സിലേക്ക് വരുമ്പോഴും നടക്കുക. നമ്മുടെ ഐസിൻ്റെയും യഹോവൻ്റെയും മാഡറയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ പെയിനും പിടിച്ച് നിൽക്കാൻ പറ്റില്ല. കാരണം ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ട, യഹോവയും അതുപോലെ തന്നെ നമ്മുടെ ഐസിനും വളരെ പവർഫുള്ളാണ്. ഒരാൾക്ക് ഫ്യൂച്ചർ കാണാൻ പറ്റുമെങ്കിൽ മറ്റൊരാൾക്ക് ഗെയിൻജുട്സു കാസ്റ്റ് ചെയ്യാനും പറ്റും. ഇനിയിപ്പോൾ ചിലർ പറയും നമ്മുടെ മാഡർക്ക് റെനിഗാനുണ്ട് അതുപോലെ തന്നെ പെയിന് റെനിഗാനുണ്ട് ഷെരിങ്കാനുണ്ട് എന്നൊക്കെ പറയൂ. എന്നിരുന്നാലും ഇവർ 2 പേരും ഡിഫീറ്റ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. അത് തന്നെയാണ് സത്യം. ഇനിയിപ്പോൾ മാഡറ ഇൻഫിനിറ്റ് സിക്യോമി കാസ്റ്റ് ചെയ്താലോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്, നമ്മുടെ യഹോവയ്ക്ക് ഫ്യൂച്ചർ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈസി ആയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യുന്നതായി. ഇനിയിപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്തെന്ന് ഫെയിൽ ആകുകയാണെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ യഹോവയും അതുപോലെ തന്നെ ഐസിനും ഡിഫീറ്റ് ചെയ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാറ്റിൽ ഇങ്ങനെയായിരിക്കും അവസാനിക്കുക. 70% നമ്മുടെ ബ്ലീച്ച് വേഴ്സിലെ വില്ലന്മാരും 30% നമ്മുടെ നറൂട്ടോ വേഴ്സിലെ വില്ലന്മാരും. ഇതാണ് ഇവരുടെ വിന്നിങ് പെർസെൻറ്റേജ്. ഇനി നമ്മുടെ 4 പേരും കൂടി നമ്മുടെ യഹോവയെയും ഐസിനെയും ഡിഫീറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അതിൽ വേണമെങ്കിൽ നമുക്ക് 50-50 ചാൻസ് പറയാം.
കാരണം നമ്മുടെ ബ്ലീച്ച് വേഴ്സ് എന്ന് വെച്ചാൽ അത്രമാത്രം പവർഫുള്ളാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയാൻ കാരണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.